എഴുത്തിൽ കൂടെയും വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. കർത്താവിന്റെ ദാസനാണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പരിപാടികളും പ്രേയർ ലൈനിന്റെ എല്ലാ കാര്യങ്ങളും ദൈവമാണ് ചെയ്യുന്നത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ജോജു ലൈനിലുണ്ടോ? ഉണ്ട്. ഓക്കെ പ്രൈസ് ലോർഡ്. സമയം എടുത്തു 9 മണി വരെ സമയമുണ്ട്. ദൈവത്തിന്റെ വചനത്തിലൂടെയും അനുഭവത്തിൽ കൂടെ ഷെയർ ചെയ്തായിട്ട് ദൈവമായ കർത്താവ് സഹായിക്കുമാറാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. കർത്താവിന് സ്തോത്രം. ഈ മനോഹരമായ രാത്രി കർത്താവിനെ സ്തുതിപ്പാനും ഈ പ്രൈസറിലെ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാനും കർത്താവിടെ ആക്കിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മുഖാന്തരമായ കർത്താവിന്റെ ദാസന് ഉള്ള സമയം തന്നതിൽ വളരെ നന്ദി സ്തുതിക്കുന്നു. മാത്രമല്ല ഈ ദിവസങ്ങളിലെ കർത്താവ് ഈ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞ മാതിരി, ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പാൻ ജ്ഞാനമില്ലാത്തതിനെ തിരഞ്ഞെടുത്തെന്ന് മാതിരി ഈ ദിവസങ്ങളിൽ കർത്താവ് യോഗ്യതയല്ല നോക്കുന്നത്. നമ്മുടെ യോഗ്യത ഒട്ടുമില്ലാത്തവരെയാണ് കർത്താവിന് ആവശ്യം. ഈ പ്രേയർസിലെ കർത്താവ് നമുക്ക് വരുവാനും ഈ ഒരു ഫാമിലി ആയിട്ട് കർത്താവ് കൂട്ടിക്കൊണ്ടുവരുവാനും കർത്താവ് ഈ കൂടാരത്തിൽ കൊണ്ടുവന്ന കർത്താവിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ TV നോക്കി പേപ്പറും നോക്കി അതും ഇതും നോക്കിയിരിക്കും. ഒരു എന്താ പറയുന്നത്, എങ്ങനെയും സമയമൊക്കെ നമ്മൾ പല രീതിയിലാണല്ലോ കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നാലേ ഈ സമയം കർത്താവിന്റെ ദാസൻ പറഞ്ഞ മാതിരി അന്ത്യസമയത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ബാലന്മാരും വൃദ്ധന്മാരും എല്ലാവരും പ്രവചിക്കും എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഞാൻ ഇന്ന് ഒരു ഉച്ചയായ സമയത്ത് പ്രേയർസിലെ 2 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു, സിസ്റ്റർ നമ്മുടെ ബൈബിൾ വായിക്കുന്ന സിസ്റ്ററെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രവചനം പോണക്കാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രാർത്ഥനയെല്ലാം മുമ്പുള്ള പ്രാർത്ഥനയെക്കാലത്തിലെല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും. എന്റെയും കാര്യം ഞാൻ പറയുകയാണ്. ദൈവം നമ്മളെ എല്ലാം ഈ അന്ത്യസമയത്ത് ഈ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ മാതിരി നമ്മളെല്ലാം ഒരു സൈന്യമാക്കി വെച്ചിരിക്കുക. ഇനി സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഡ്യൂട്ടി യുദ്ധം ചെയ്യാനും അങ്ങനെ പല പല ഡ്യൂട്ടിയാണ് സൈന്യത്തിലെ. ഓരോ ഡ്യൂട്ടി ഇങ്ങനെ തരും. അപ്പൊ ഞാൻ രാവിലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാക്ഷ്യം ഇങ്ങനെ പറയാം ഇന്നോ. ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ വന്നു. ഞാൻ ഇനി വല്ല വെബ്സൈറ്റിന്റെയും പ്രേയർ ലൈനിന്റെ വീഡിയോയുടെ വല്ലതും ആണെന്ന് പറഞ്ഞെടുത്തപ്പോഴേ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയണം ഇന്ന് സാക്ഷ്യം. അപ്പം നമ്മൾ ഇനിയും സാക്ഷ്യം പൊതിഞ്ഞും കെട്ടരുത്. നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ കർത്താവിനോട് നോ എന്ന് പറയില്ല. പിന്നെ കർത്താവിന് നമുക്ക് അവസരം തരുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് എത്തുന്നങ്ങ് പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം പിന്നെ കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസൻ കൂടെ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വന്ന ഐഡിയ തന്നെയാണ് എല്ലാം. അവിടെ ഈ ദിവസങ്ങളിലെ കർത്താവ് വളരെ അത്ഭുതമായിട്ട് ഈ വചനം നമ്മൾ വായിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ കർത്താവിന്റെ വചനം നമ്മളിൽ ഇടപെടുന്നുണ്ട്. ഇരമ്യാവിനോട് പറഞ്ഞ് നീ എന്ത് കാണുന്നെന്ന് ചോദിച്ചു. അപ്പോഴേ ഞാനൊരു വൃക്ഷത്തിന്റെ ഒരു ബദാം വൃക്ഷം കാണുന്നു. ജാഗ്രത എന്ന് പറഞ്ഞാൽ ജാഗ്രതയായിരിക്കുക. ബദാം വൃക്ഷം അത് നമുക്ക് അഹരോനെടുത്ത് തളിർത്ത വടിന്ന് പെട്ടെന്ന് നമ്മൾ അവിടെ ആ ഭാഗം വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിന്റെ വചനം നിറവേറ്റുവാൻ ജാഗ്രതയുള്ളവനാണ് കർത്താവ്. ചില ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ വചനം നമ്മുടെ വായിൽ കൂടെ പറയുമ്പോൾ അത് കർത്താവ് അത് അപ്രകാരം ചെയ്യുവാൻ ജാഗ്രതയുള്ളവനായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ പറയുന്നത് വിശ്വാസത്തോട് പറയുമ്പോൾ അത് കർത്താവ് ഒരു അത്ഭുതമാക്കി അത് മാറ്റും. ഈ ദിവസങ്ങളില് നമ്മുടെ ദിവസങ്ങളില് കർത്താവ് നമ്മളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഭവനങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മുടെ വീട്ടിലും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ പ്രവചിക്കുക. കുഞ്ഞുങ്ങളോട് പറയുക, വിശ്വാസത്തോട് പറയുക. അത് കർത്താവ് അത് നിറവേറ്റാൻ വേണ്ടി ഇരിക്കുക. നമ്മൾ കർത്താവിന്റെ ആത്മാവിൽ പറയുമ്പോഴേ അത് അപ്രകാരം തിരിച്ചു വരത്തില്ല. അത് അതിന്റെ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇരമ്യാവിനോട് പറയുമ്പോഴേ നിന്നെ പണിയുവാനും നടുവാനും പൊളിച്ചു കളവാനും ജാതികൾക്ക് മേലെ അധികാരമാക്കി ഞാൻ നിന്നെ വെച്ചിരിക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കൈ നീട്ടി കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കും, പാടുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം കർത്താവിന്റെ ആത്മാവ് നമ്മുടെ നാവിന്മേൽ തരുന്നത് നമ്മളത് വിശ്വാസത്തോട് പറയുമ്പോഴേ അത് അത്ഭുതമായിട്ട് കർത്താവ് മാറ്റും. ഓക്കെ, സ്തോത്രം. കോൾ അതിന്റെ ഇടയ്ക്ക് വന്നത്, സോറി. ഓക്കെ, കർത്താവ് അപ്പൊ ഓരോ ദിവസം നടത്തുന്ന ആ വഴികളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. വിടിവിപ്പാനും സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെല്ലാം നിർത്തൽ ചെയ്യുവാനും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇർമ്യാവ് പറയുമ്പോൾ നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ
ഞാൻ നിന്നെ പ്രവാചനായി നിർമ്മിച്ചു. കർത്താവിന്റെ ദാസൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തിരിക്കുക, തന്നിരിക്കുക. നമ്മളപ്പം ഈ സൈന്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക. അപ്പം നമ്മുടെ കമാൻഡർ ജീസസ്, അപ്പം കർത്താവ് ഈ ദിവസങ്ങൾ നമ്മൾ ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും കർത്താവിന്റെ ആത്മാവ് നമ്മോട് ഇടപെടും. അതാണ് കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആരാധിക്കുന്നത്, അന്യഭാഷയിൽ ആരാധിക്കുന്നതെന്ന് പറയുന്നത് മഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് ഒരു മന്ന വീഴും. അപ്പൊ ആ മന്ന നമ്മൾ എടുത്ത്, അതാണ് വചനം. ആ വചനം നമ്മൾ എടുത്ത് വിശ്വാസത്തോടെ അത് എടുത്ത് ഉപയോഗിക്കും, നമ്മുടെ ജീവിതത്തിലാക്കുമ്പോഴാണ് അതൊരു അത്ഭുതകരമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു വാക്ക് പാട്ട് എന്റെ ഹൃദയത്തിൽ വരുന്നത്, ഒരു പാട്ടിന്റെ 2 അടി പാടിയിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു വചനം വരുന്ന, ആ വചനത്തെ പറ്റി ഒരു അല്പം എന്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. പാട്ടിപ്രകാരമാണ്. സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ, സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ. പാത്രനെ കൃപാലയ പവിത്ര ദേവ പാലയ, പാത്രനെ കൃപാലയ പവിത്ര ദേവ പാലയ. സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ, ദുഷ്ടസർപ്പദംശനത്താൽ ജീവനറ്റ ഞങ്ങളെ പുഷ്ടരാക്കി തീർക്കുവാൻ പകർന്നു ജീവനാമൃതം, പുഷ്ടരാക്കി തീർക്കുവാൻ പകർന്നു ജീവനാമൃതം. സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ, സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ. ഘോരമ പരുക്കിനാൽ നിരാശരായ ഞങ്ങളെ കോരിമാർ വണച്ച നൽശമേരിയ സഹോദര, കോരിമാർ വണച്ച നൽശമേരിയ സഹോദര. സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ, സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ. ഇന്നലെയും ഇന്നുമെന്നും ഒന്നുപോലെ നിന്യനായി, ഇന്നലെയും ഇന്നുമെന്നും ഒന്നുപോലെ നിന്യനായി. മന്നവാ നീ കൂടെയുണ്ടെന്നുള്ളതോർത്തു ധൈര്യമായി, മന്നവാ നീ കൂടെയുണ്ടെന്നുള്ളതോർത്തു ധൈര്യമായി. സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ, സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ. പാത്രനെ കൃപാലയ പവിത്ര ദേവ പാലയ, പാത്രനെ കൃപാലയ പവിത്ര ദേവ പാലയ. സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും ഞാൻ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഒരു വചനം എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്, അത് യോവേൽ പ്രവചന പിന്നെ അമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ ദാവീദിന്റെ വീണു പോയ കൂടാരത്തെ പണിയും. അത് അപ്പോസ്തല പ്രവൃത്തിയിലും യാക്കോബ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. ഈ ദിവസങ്ങളില് നമ്മുടെ ആ വീണു പോയ അനുഭവങ്ങളെ എല്ലാം റീസ്റ്റോർ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് അന്യഭാഷ ആരാധിക്കുമ്പോഴേ അതൊക്കെ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, സ്തുതികളുണ്ട്, വെളിപ്പാടുണ്ട് എന്നുള്ള പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല പല കാര്യങ്ങൾ, വീണുപോയ കാര്യങ്ങള് ദിവസങ്ങളിൽ കർത്താവ് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു. ഈ ദാവീദിന്റെ വീണുപോയ കൂടാരം എന്ന് പറയുന്നത്, ദാവീദിന്റെ സമയത്ത് ഒരു കൂടാരമുണ്ട്, മോശ ഉണ്ടാക്കിയ കൂടാരവും ടബർനാക്കൾ ഉണ്ടായിരുന്നു. എന്നാല് കർത്താവിന്റെ വചനം പറയുന്നത്, ഞാൻ ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് തോന്നിയ പ്രകാരം ദാവീദ് ഒരു ആലയം ഉണ്ടാക്കിയതാണ് ദാവീദിന്റെ കൂടാരം. അവിടെ ആണെങ്കിൽ എന്നും സ്തുതികളും സ്തോത്രമാണ്. ആസാഫിനെ നിയമിച്ചു, അവിടെ സംഗീതക്കാരത്തികളെ നിയമിച്ചു, സ്തുതിക്കും സ്തോത്രത്തിന് ആളിനെ വെച്ചു. അവിടെ എല്ലാം 24 hours അവിടെ ആരാധനയുണ്ട്. അതുപോലെയാണ് നമുക്ക് ഈ പ്രേയർ സെൽ കർത്താവ് ഈ അന്ത്യസമയത്ത് കർത്താവ് ഈ കൂടാരങ്ങളെയൊക്കെ വീണ്ടും പണിയുക. പ്രത്യേകിച്ച് ഈ ആദ്യകാലത്തൊക്കെ പെന്തിക്കോസിലും അതുപോലെ 1-ാം നൂറ്റാണ്ടിലും സഹോദരന്മാരെ ആരാധിച്ചപ്പോൾ അവർ 24 എല്ലാ ദിവസവും ആരാധനാലയം കൂടി വരും. ഞായറാഴ്ച മാത്രമല്ലായിരുന്നു, ദിവസം പ്രതി കൂടി വരികയും ആരാധിച്ചുകൊണ്ടും ഇടവിടാതെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത് ദാവീദിന്റെ ആ കൂടാരത്തെ റീസ്റ്റോർ ചെയ്തതാണ്. ആദ്യകാലത്ത് പെന്തിക്കോസിന്റെ അനുഭവത്തിൽ അതുപോണക്കായിരുന്നു. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ആ വീണുപോയ കൂടാരത്തെ ദൈവം പണിയുക. അതാണ് ഈ കോവിഡൊക്കെ വന്ന് വീട്ടിലെല്ലാം ഇരുത്തി ഇപ്പം നമുക്ക് 24 hours ആരാധിക്കുക.
പാട്ട് പ്രാർത്ഥന ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പാടുന്ന സ്തുതിയും സ്തോത്രവും ഒഴിയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നമ്മളെ റിസ്റ്റോർ ചെയ്യുക. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അത് കർത്താവിന്റെ വചനം പറയുന്നു, അതിവേഗം ഓടുന്നു. അത് ഞാൻ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം നമ്മൾ ഏറ്റെടുക്കുക, അത് വെറുതെ പോവാതെ അത് അതിന്റെ കാര്യം സാധിക്കുന്നതാണ്. അതാണ് കർത്താവിന്റെ ദാസി ഇന്ന് രാവിലെ സിസ്റ്റർ പറഞ്ഞപ്പോഴേ, ഒരു ഇലക്ട്രിസിറ്റി 11 kV ഇലക്ട്രിസിറ്റി വെച്ചിരുന്നു കഴിഞ്ഞാല് ഒരു തടിക്കഷ്ണം വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കില്ല. അതിനെ കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ അത് തടി പോണക്ക് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതേസമയം ഒരു കണ്ടക്ടറായിട്ടുള്ള ഒരു വയർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പുമ്പയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ അത് പാസ് ചെയ്യും. അപ്പം വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ കൂടെ ഈ വചനം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ദൈവത്തിന്റെ വചനം അത് കേൾക്കാനുള്ള, അത് നമ്മൾ വചനം ഉണ്ട്, അത് എങ്ങനെ കേൾക്കും? ചിലപ്പോൾ നമ്മൾ എല്ലാവർക്കും കേൾക്കത്തില്ല. അത് കേൾക്കണമെങ്കിൽ നമ്മൾ ഹൃദയം എന്ത് ചെയ്യണം? നുറുങ്ങിയ ഹൃദയത്തോടെ ഇരുന്നെങ്കിലേ വചനം കയറത്തുള്ളൂ. അതാണ് കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? അത് തുടർന്ന് കർത്താവിന്റെ ദാസൻ അതിനെ പറ്റി പറഞ്ഞപ്പോഴേ ഹൃദയം പരിച്ഛേദന ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തകർന്ന് നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കത്തില്ല. അപ്പൊ ഈ തകർന്ന് നുറുങ്ങിയ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ ആ മഞ്ഞും മഴയും കൂടെ വരുമ്പോഴേ അത് കുതിർന്ന് അത് അവിടെ വലിയ ഫലങ്ങളെ തരുവാനിടയാകും. അതാണ് നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റി നിങ്ങൾക്ക് മാംസമായ ഹൃദയത്തെ തരുമെന്ന് കർത്താവിന്റെ വചനത്തില് എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കല്ലായ ഹൃദയം അങ്ങോട്ട് മാറി കഴിഞ്ഞെങ്കിൽ ഒരു മാംസമായ ഹൃദയം നമുക്ക് വേണം. ചിലർ എനിക്ക് കർത്താവ് ശബ്ദം കേൾക്കുന്നില്ലല്ലോ, വചനം കേൾക്കുന്നില്ലല്ലോ, എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കംപ്ലൈന്റുകൾ പലരും പറയാം. അത് ചിലർ നമ്മൾ എത്ര പറഞ്ഞാലും ചിലർക്ക് അത് മനസ്സിലാകത്തുമില്ല, വചനം കേൾക്കാൻ ഒരു താല്പര്യമില്ല. ഇതൊക്കെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയം കല്ല് കൊണക്കിരിക്കുന്ന. അതേസമയം ഒരു റെസ്പോൺസീവായ ഹൃദയമാണെങ്കിൽ, മാംസമായ ഹൃദയമാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഹൃദയം, ആ ഒരു ഹൃദയം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വചനം നമ്മളിൽ കൂടെ പ്രവർത്തിക്കത്തുള്ളൂ. അതിനാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദൈവം ഒരു നല്ലൊരു ഹൃദയമാക്കി നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ വചനം രാവിലെ നമ്മൾ കേട്ടതുപോയ എല്ലാ വിഗ്രഹങ്ങളെയും, മലിനമായ മേച്ച വിഗ്രഹങ്ങളെ എല്ലാം എടുത്ത് മാറ്റി കളയുമ്പോഴേ, ആ കഷ്ടങ്ങളെല്ലാം മാറ്റി ഉരുട്ടി മാറ്റി കഴിയുമ്പോഴേ അവിടെ ഒരു നല്ല നേർനിലമാകുന്നത്. അവിടെ വീഴുന്ന വിത്താണ് 100, 60 മേനിയായി വളരുന്നത്. അപ്പോഴേ എന്റെ ജീവിതത്തിലൂടെ ബന്ധത്തിൽ ഒരു കാര്യം കൂടെ, 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ജോലിയോടെ ബന്ധത്തില് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴേ എന്റെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്രകാരം ഞാൻ അത് കേട്ട് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ദൈവം കൂടുതൽ എനിക്ക് സഹായിക്കുന്നതായിട്ടും എന്നോട് കർത്താവ് സംസാരിക്കുന്നതായിട്ടും വന്നു. അപ്പൊ അതെന്റെ ഒരു വിധത്തിൽ ആ ജോലിയുടെ സമയത്ത് ആരെ വിളിക്കേണ്ടത്, എന്ത് വിളിക്കുന്ന എല്ലാം ദൈവം കാണിച്ചു തന്ന പ്രകാരം ഞാൻ അങ്ങോട്ട് ചെയ്തപ്പോഴേ അത്ഭുതം സംഭവിച്ചു. ഇങ്ങനെ ഒരു കാര്യം എന്നോട് എന്റെ അനുഭവത്തിൽ കൂടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറയുമ്പോൾ അവർക്ക് ഇത് ചിലത് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ അവരിത് കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. അപ്പം പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ സാധനമില്ല. പലപ്പോഴും നമ്മൾ ഈ കേൾക്കാനൊന്നും ഇപ്പൊ ഈ ദിവസങ്ങളിൽ കാണാനൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങളും പലപ്പോഴും ഹൃദയങ്ങളൊക്കെ ഖണ്ഡമായി. ഈ ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയും അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. ഒരു ദിവസം ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിങ്ങനെ സഭായോഗത്തിന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ ഇങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ കൈകളൊന്നും ഉയർത്തി പറയുന്ന പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ ആരാധിക്കുക, സ്തുതിക്കുക. അപ്പൊ എന്നോട് ആത്മാവ് ഇങ്ങനെ പറയുക, നീ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക, ഹല്ലേലൂയ പറയുക. അപ്പൊ നോക്കുക, ആരുമില്ല അവിടെ, എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തിയാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഒരു 600-800 പേരിരിക്കുന്ന ചർച്ച. അപ്പം ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ വൈബ് വെക്കാൻ ഭയങ്കര നാണം കേട് പോണൊക്കെ, എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയാം, എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ശരീരം അങ്ങോട്ട് കൈ അങ്ങോട്ട് പൊക്കിക്കുന്നില്ല. അതുപോലെ അങ്ങ് അത്രയും ഞാൻ എന്തോ ചെയ്യും, മനുഷ്യരെന്തോ വിചാരിക്കാം. അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങ് 1-2 ആഴ്ച ഇങ്ങനെ കർത്താവ് ഇടപെട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മളിട്ട് അനുസരിക്കാതിരുന്ന പിന്നെ നമ്മളോട് കർത്താവ് ഒന്നും പറയത്തില്ല. അത് നമ്മൾ അങ്ങനെ കുറച്ച് അനുഭവം കൊണ്ട് ഞാൻ പറയുക, പിന്നെ നമ്മളോട് കർത്താവ് ഒന്നും സംസാരിക്കത്തില്ല. അപ്പൊ നമുക്ക് ആ പരിശുദ്ധ നിർമ്മലമായ ഒരു നിജമായ ആത്മാവിനെ എണ്ണി പകരണമെന്ന് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവം ഓരോ ദിവസം ശക്തി തന്ന് ഞാൻ കൈകൾ അങ്ങ് പൊക്കി ദൈവത്തെ അങ്ങ് ഹല്ലേലൂയ അങ്ങ് ഉറക്കെ പറയാൻ ദൈവം അങ്ങ് ഇടയാക്കി.
അപ്പം ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ തിരിഞ്ഞിരുന്ന് നോക്കും. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഒരു പയ്യൻ ഇങ്ങനെ നോക്കിയേച്ച് അവസാനം സഭയോഗം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, കൊച്ചു പയ്യൻ 6 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അങ്കിൾ ക്യാ കർത്തെ, ഹിന്ദിയിൽ സംസാരിച്ച് എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെ സ്തുതിച്ചതാ, ബോധപ്പെടുത്തിയ. അപ്പൊ അവന് ഭയങ്കര ഒരു പുതിയതായിട്ടാണ് ഇങ്ങനെ തോന്നിയത്. അങ്ങനെ കേൾക്കാമോ? ഓക്കെ. അപ്പൊ ഞാനത് അങ്ങനെ സ്തുതിച്ച ഞാൻ പിന്നെ കുറച്ച് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോ ആ പയ്യൻ എഴുന്നേറ്റ്, ആ കുഞ്ഞ് എഴുന്നേറ്റ് പറയുന്നത് കേട്ടു, എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ എനിക്ക് വലിയൊരു സന്തോഷമായി. അതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ മീറ്റിങ്ങിനകത്ത് ഒരു 6000-7000 പേര് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിലായിരുന്നു. ആ മീറ്റിംഗിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇതുപോലൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ കൈകൾ ഉയർത്താന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പ്രസംഗത്തിന്റെ ഇടയിൽ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാന്. ഏതാണ്ട് ഒരു ഭയങ്കര ജനസമൂഹമാണ്, 8,000 പേരെങ്കിലും അതിനകത്ത് കാണും. അപ്പൊ ഞാൻ അത് എപ്പം കൈ ഉയർത്തും പ്രാർത്ഥിക്കുന്നുള്ള എന്റെ മനസ്സിൽ കർത്താവ് തരുന്ന സമയത്ത് മാത്രമേ പറയാവൂ. അപ്പൊ ആ പ്രസംഗത്തിന്റെ ആ ചില വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എന്നോട് പറയും ഇങ്ങനെ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാൻ. ഞാൻ കൈ അന്നേരം എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ യൂസ്ഡ് ആയി അങ്ങനെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അത്രയും ആളുടെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ പറയാൻ എനിക്കൊരു നാണമില്ല. ആളുകളെല്ലാം പിൻ പോയിന്റ് ആയിട്ടിരിക്കുക. ഞാൻ എഴുന്നേറ്റ് കൈ പൊക്കി ഹല്ലേലൂയ എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേ അവിടെ ആ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഒരു 10-50 മീറ്റർ ദൂരെ പ്രസംഗപീഠം ഇരിക്കുന്നേ. അവിടുന്ന് പാസ്റ്റർ അന്നേരം ഇനി നമുക്ക് കൈപൊക്കി ഈ കൈപൊക്കി ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് പറയാം ഹല്ലേലൂയ. അപ്പം ഞാൻ ഹല്ലേലൂയ പറഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റർ അവിടെ പറയും ഹല്ലേലൂയ പറയുമ്പോൾ എല്ലാവരെയും കൊണ്ട് പറയും. അങ്ങനെ 10-15 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ച് ഒടുവില് ആളുകള് മീറ്റിങ്ങിന്റെ അവസാനം ഒരു നല്ലൊരു കൂട്ടം ആളുകളും ഫ്രണ്ടിൽ പോയി ദൈവത്തെ ഹൃദയം കൊടുക്കാനും പ്രാർത്ഥനയ്ക്കും ഇങ്ങനെ പോകുന്നതാണ്. മാത്രമല്ല മീറ്റിംഗ് ഭയങ്കര ഒരു അനുഗ്രഹമായി തീർന്നു. അപ്പൊ നമ്മൾ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴേ അത് കർത്താവിന്റെ വേലയ്ക്ക് അത് വലിയൊരു പ്രയോജനമായി മാറും. മാത്രമല്ല അവിടെ ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അപ്പം നടത്തുന്നത്. ചില കാര്യങ്ങൾ ദൈവം നമ്മോട് പറയുമ്പോഴാണ് നമ്മൾ അനുസരിക്കുമ്പോഴേ അവിടെ ഒരു വലിയൊരു വിടുതൽ അപ്പൊ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ദൈവം എന്നെ നടത്തി. മാത്രമല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മോശ പിന്നാണ് എനിക്കത് മനസ്സിലാകുന്നത്. ഈ മോശ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചപ്പോഴ് അമലേക്കര് തോറ്റുപോകും. അപ്പൊ ഇവർ കൈ ഉയർത്തിക്കൊണ്ട് താത്തിട്ടുകൊണ്ട് മേലിലേക്ക് ജയിക്കും. അപ്പൊ ഈ ജഡത്തെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ ജഡത്തിനെതിരെ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് പറ്റുകയുള്ളൂ. അപ്പം ഈ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ജോബിന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. അപ്പം വേറൊരു അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണമെന്ന്. അപ്പോഴേ അതുപോലൊക്കെ നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഈ കൈകളെല്ലാം ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ കയ്യിൽ യോവന്റെ പറഞ്ഞ മാതിരി കയ്യിൽ മുദ്രയിട്ടിരിക്കുക. ആ മുദ്ര ഒരു മനുഷ്യ ഇപ്പൊ 8 ബില്യൺ ആളുകളുണ്ടെങ്കിൽ 8 ബില്യൺ മുദ്ര, അത് ഇന്ന് മുതൽ ജനിച്ച ആളുകൾക്കെല്ലാം ഒരു പ്രത്യേക മുദ്ര, അത് ആർക്കും ഒരാൾക്ക് സെയിം ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ കയ്യില് ദൈവത്തിന്റെ മുദ്രയുണ്ട്. നമ്മളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു, സീലടിച്ചിരിക്കുന്നു. ദാസൻ ഇന്ന് രാവിലെ പറഞ്ഞ മാതിരി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് ലെറ്റർ കൊടുത്തു കഴിഞ്ഞ് സീൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ പോസ്റ്റ് ഓഫീസിന്റെ വക, നമ്മൾ ചോദിച്ചാൽ തരത്തില്ല. അപ്പൊ നമ്മൾ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സീൽ ഉയർത്തിയ കയ്യാ കാണുന്ന, ആ കയ്യൻ മുദ്രയാ. പിശാച് എന്നോട് പറയാ ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അവിടെ പിശാച് തോറ്റു പോവുകയാണ്. അത് അതാണ് യോ പറഞ്ഞു, പിശാച് ഉടനെ ഓടിക്കളയാൻ നേരം. അപ്പം ഈ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ ഉള്ളത് ഈ ദാവീദിന്റെ ഈ കൂടാരത്തില് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സങ്കീർത്തനത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അതായത് ഒരു കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതൊരു വിടുതലാകും. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും രാത്രിയിലൊക്കെ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ വിലാപങ്ങളുടെ പുസ്തകത്തിലാണെന്നോ പറയുന്നത്, യാമാരംഭത്തിൽ എഴുന്നേറ്റ് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക.
അപ്പോഴാ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിടുതലിനായിട്ട്. അപ്പം യാമങ്ങള് 4 യാമങ്ങൾ. അപ്പം 4 പ്രാവശ്യം നമ്മൾ ദിവസം കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ മതി, അവിടെ കുഞ്ഞുങ്ങൾക്ക് വിടുതല. അപ്പം ഞാൻ രാവിലെ 4 മണിക്ക് എനിക്ക് പ്രാർത്ഥനയുള്ളപ്പോഴേ ഞാൻ ഇതുപോലെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഇപ്പൊ ഈ പ്രേസലിൽ വന്നപ്പോൾ 5 മണി അത് അങ്ങനെ വെക്കി മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ 4 മണിക്കില്ല, അതിന് മുമ്പ് ഞാൻ റെഗുലർ അത് ഞാൻ ടൈം ഒന്ന് മാറ്റി. എന്നാലും ഈ രാവിലെ തോറും ദൈവം ദുഷ്ടനെ നശിപ്പിക്കുന്ന. അപ്പൊ ഈ ബാങ്ക് വിളിയും ഈ അമ്പലത്തിലെ ആരാധനയും ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ എഴുന്നേറ്റ് കർത്താവിനെ ഉയർത്തി കൈകൾ ഉയർത്തി സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നത് വലിയൊരു വിടുതലാകും. ഞാൻ നേരത്തെ ഒപ്പം കൈയൊക്കെ പൊക്കിയപ്പോൾ കുറച്ച് നേരം കൈ കഴിക്കുന്നതിന് ഞാൻ ഒരു വലിയ കാർഡ്ബോർഡിന്റെ ഒക്കെ കാർട്ടനൊക്കെ പൊക്കി വെച്ച് അതേ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ നമുക്കത് ജീവിതത്തിന് ഒരു ഭയങ്കര വിടുതൽ. മാത്രമല്ല ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുക ഈ ദേശത്ത് ദുഷ്ടശക്തി വ്യാപരിക്കാതെയും അന്ധകാര ശക്തി അടുക്കാതെയും നമ്മുടെ കൈകൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലാകും. അപ്പൊ വിടുതല അവിടെ പ്രവർത്തിക്കത്തില്ല, അന്ധകാര ശക്തി അപ്പം പ്രവർത്തിക്കത്തില്ല. അപ്പം വലിയ കാറ്റോ മഴയോ ഇങ്ങനെയൊന്നും വരാതെ ദൈവം നമ്മളെ കാവൽക്കാരായി ഫിലിപ്പ് സഹോദരൻ നിൽക്കുന്ന മാതിരി അവിടെ നമ്മൾ കാവൽക്കാരായി ദൈവം വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഈ രാത്രി കാലങ്ങളിലെല്ലാം ദൈവത്തെ സ്തുതിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ദിവസങ്ങളിൽ നമ്മുടെ ഈ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈ കൊട്ടി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ പിന്നെ നമ്മ സങ്കീർത്തനം 47 തോന്നുന്നു പറഞ്ഞു കൈകൾ കൊട്ടി ദൈവത്തെ ആരാധിക്കാന്. അപ്പോൾ നമ്മള് കൈകൾ കൊട്ടി ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈയിലെല്ലാം ഞരമ്പ് പല പല ഈ എന്താണ് പോയിന്റ് ഉണ്ട് ഇതിന്റെ ശരീരത്തിന്റെ മർമ്മ. മാത്രമല്ല കൈകൾ കൊട്ടുമ്പോഴേ ഒരു ഹോർമോൺ ഉണ്ടാകും ശരീരത്തിൽ. അതെന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിന്റെ വാൽവിലൊക്കെ ചെന്നിട്ട് അത് ഈ ഹൃദയത്തിന് വല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസോൾവ് ആക്കി മാറ്റും. അപ്പൊ നമ്മൾ കൈകളൊട്ടി ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കുമ്പോഴേ അവിടെ അത് ഒരു ഭയങ്കര വിടുതലാകും. ഞാനാണ് ചർച്ചിലാണെങ്കിൽ ഞാനായിരുന്നു ഏറ്റവും ശക്തിയായിട്ട് കൈകളൊട്ടി. ഇപ്പൊ ഞാൻ കൊച്ചുനാളായിരുന്നപ്പോഴും ഭയങ്കര ഉച്ചത്തില് കൈകൾ ഇങ്ങനെ കൊട്ടി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എനിക്ക് ആ 1 മണിക്കൂർ ആരാധിച്ചു കഴിഞ്ഞാൽ കൈകൾ അങ്ങോട്ട് പൊട്ടി ആരാധിച്ചില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആകത്തില്ലായിരുന്നു. അപ്പം ദാവീദിന്റെ ആ വീണുപോയ കൂടാരത്തില് ദാവീദ് അപ്പം പറഞ്ഞിരിക്കുന്നത് സകല ജാതികളെ കൈകൊട്ടുകയും കൈഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആക്കുകയും. അപ്പൊ അവിടെ സാധാരണയുള്ള ആരാധന മുണക്കല്ലായിരുന്നു അവിടെ ആ കൂടാരത്തിൽ ആരാധന നടന്നുകൊണ്ടിരുന്നത്. അവിടെ ദൈവമക്കളെല്ലാം കൈത്താളങ്ങളോടും കൈയോടും ഉല്ലസിക്കുകയും ഘോഷിക്കുകയും കൈകൊട്ടുകയും കൈകൾ ഉയർത്തുകയും ഒക്കെ ചെയ്തുള്ള ആരാധനയായിരുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ സഭകളിലൊക്കെ ആണെങ്കിൽ ദാസൻ പറഞ്ഞ മാതിരി സഭകളിലൊക്കെ അന്യഭാഷയുണ്ടോ ആരാധനയുണ്ടോ എന്ന് നോക്കുന്ന മാതിരി ഈ ദിവസങ്ങളിൽ കൈകൊട്ടുണ്ടോ, കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ആരാധനയാണ് അന്ത്യകാലത്ത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഈ തന്ത്രങ്ങളെ ജയിക്കുവാനും ദിവസങ്ങളിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടുകൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അവന്റെ നേരെ കൈ കൊട്ടും, അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടിപ്പുറത്താകും. കർത്താൻദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യമാണിത്. അപ്പോഴേ അവനെ വിരട്ടി ഓടിക്കണമെങ്കിൽ, ശത്രുവിനെ വിരട്ടി നമ്മൾ ഓടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൈ കൊട്ടി ദൈവത്തെ സ്തുതിക്കണം. അതാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേലിൽ പറഞ്ഞ കൈകൊട്ടി പ്രവചിക്കുക, ഈ അസ്ഥികൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് കൈകൊട്ടി ആരാധിക്കുമ്പോഴേ അത് നമ്മുടെ വീടുതലും നമ്മുടെ ദേശത്തിനും ഭയങ്കര വിടുതലാകും. ശത്രു വിരണ്ടോടുമെന്നാണ് യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു യോബ് 27:23 കർത്താവിൻ ദാസൻ പറഞ്ഞത്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ കൈകൾ കൊട്ടി മാത്രമല്ല, പിന്നെ വേറൊരു വചനം പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അതായത് സങ്കീർത്തനം 141:2-3 തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായി തീരുക. അപ്പൊ ദാവീദിന്റെ കൂടാരത്തിൽ കൈകൾ ഉയർത്തി കൈകളെ മലർത്തുന്നത് ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു സന്ധ്യായാഗമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ക്രൂശ് മരണമാണ്. അതാണ്ട് 3-ാം മണി നേരത്താണ് കർത്താവിനെ ക്രൂശിച്ചത്. ആ ക്രൂശിച്ചപ്പോഴേ എന്ത് ചെയ്തു? അവിടെ ഇരുട്ടുണ്ടായി. അപ്പോൾ നമ്മൾ കൈകൾ ഉയർത്തി ഇങ്ങനെ
രണ്ട് കൈയും കൂടെ അങ്ങോട്ട് പൊക്കി ഇങ്ങനെ ഉയർത്തുമ്പോഴേ ആ ക്രൂശിൽ നിന്ന് കർത്താവ് കിടന്നതാണ് ശത്രു കാണുന്നത്. ക്രൂശ് കാണുമ്പോഴേ പിശാച് അവിടെ നിൽക്കത്തില്ല, ഓടിക്കളയും. അപ്പം നമ്മുടെ അന്ന് കാലത്ത് ഈ മോശയുടെ തരത്തിലുള്ള യാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ദാവീദിന്റെ ആ കൂടാരത്തില് കൈകളെ മലർത്തുന്നതായിരുന്നു ഈ യാഗം. അതാണ് കർത്താവ് ഇപ്പോൾ റിസ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മൃഗങ്ങളെ ഒന്നും അർപ്പിക്കണ്ട. അപ്പൊ നമ്മൾ യാഗം കൊണ്ടുപോയി യാഗവസ്തുവിന് കുഞ്ഞാട്, നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ മതി. നമ്മൾ കൈ ഉയർത്തി, രണ്ട് കൈ ഉയർത്തുമ്പോൾ കർത്താവ് ക്രൂശി കിടക്കുന്നതുമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ വിടുതല. അപ്പൊ നമ്മൾ ദൈവീക പ്രകാരമുള്ള ആരാധന ഈ ദിവസങ്ങൾ അങ്ങോട്ട് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ വചനം അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ അത് വലിയൊരു ശക്തിയായിട്ട് ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കും. അതാണൊരു കാര്യം. കർത്താവ് അതിന് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ബലപ്പെടണം, ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൈവെക്കും പ്രശ്നമില്ല, അതൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തും. അത് കഴിഞ്ഞ് 4 പേരുടെ മുമ്പിൽ നിന്ന് കൈയൊക്കെ വെക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മടി വരും. അപ്പൊ ആ ജഡത്തെ നമ്മൾ ക്രൂശിക്കുക, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആരാധന. കർത്താവിന്റെ ദാസൻ പറഞ്ഞ മാതിരി കാച്ചിക അത് എത്ര കട്ടിയെന്ന് പറഞ്ഞാൽ അത് കിളിച്ചു വരും. അതേസമയം ക്രൂശിൽ ഒരു മരിച്ച ഒരു മൃഗമാണെങ്കിൽ അതിനൊരിക്കലും അത് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ആ ക്രൂശ് വെച്ച് നമ്മൾ വെച്ചിട്ട് നമ്മളെ തന്നെ യാഗമാക്കി തീർത്ത് കഴിയുമ്പോൾ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും, ആ ആരാധനയിൽ പ്രവർത്തിക്കും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഈ ദാവീദിന്റെ ഈ കൂടാരത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുമ്പോൾ അവിടെ ഒരു രോഗത്തിന്റെ ഒരു വിടുതലുണ്ടാകും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, എൻ്റെ ഈ തൊണ്ടയ്ക്ക് ഒരു മുഴ, ഞാനൊരു ഏതാനും ഒരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു തൊണ്ടയ്ക്ക് ഒരു മുഴ വന്ന് ഇങ്ങനെ വലുപ്പമായിട്ട് ഇങ്ങനെ അങ്ങ് വന്നു. അപ്പം എല്ലാരും പറഞ്ഞു കൊണ്ട കാണിച്ചില്ലയോ എന്താ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല, ഇത് അവിടെ ഇരുന്നോട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആളുകൾ പറയുന്ന ആളുകൾക്ക് എനിക്ക് ദൈവം ഒരു ധൈര്യം തന്നെ, ഇത് ദൈവം അറിയാം, ഒന്നും വരത്തില്ല, ഇതൊന്നുമില്ല. അപ്പം ചിലർക്കൊക്കെ ഒരു ഡൗട്ട്, ക്യാൻസർ ആണോ മിഴയാണോ മറ്റാണോ മറിച്ചാണോ, ഇങ്ങനെയൊക്കെ ഓരോന്ന് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ദൈവം ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും ഒന്നും ചെയ്തില്ല. ഒരു ഗുളി ഒന്നും വാങ്ങിക്കാനോ കൊടുക്കാനോ എൻ്റെ പുറകെ പോയില്ല. ഒരു ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ കർത്താവ് പറഞ്ഞു നീ ഇവിടെ ഇറങ്ങ. ഞാൻ അന്നേരം ചാടി ഇറങ്ങി ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഒരു ക്ലിനിക്ക് കണ്ടു. അപ്പൊ എൻ്റെ മനസ്സിൽ വന്നു ഇവിടോട്ട് കയറാൻ. ഞാൻ ആ ക്ലിനിക്കില് ഒരു ENT ക്ലിനിക്കിലായിരുന്നു. അവിടെ ചെന്ന് കയറിയിട്ട് അയാളോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇവിടെ മുഴ. അയാൾ ഇങ്ങനെ വലുതായിട്ട് നോക്കി വെച്ച് ഉടനെ ഒരു ബയോപ്സിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു സ്കാനിങ്ങും ഒക്കെ കൊടുത്ത് എന്നെ വിട്ടു. അതിന്റെ റിസൾട്ട് കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞ അതേ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വന്നേതോ ഒരിതാ, അതിന് എന്താ ഒരു ടൈപ്പ് എന്താ പറയുന്ന ഒരു ഇൻഫെക്ഷനാ, അതിന് ആന്റി ഇത് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി 9 മാസത്തെ മരുന്ന് ഇങ്ങോട്ട് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഇതെന്ത് 9 മാസത്തെ മരുന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കുറച്ച് മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞു നീ ഇത് സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് അയാൾ ഇങ്ങനെ 3 മാസം പറഞ്ഞ് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ മരുന്നെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, അസുഖം അങ്ങ് കുറഞ്ഞു, ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അയാളെന്നെ പറഞ്ഞു ഇതെങ്ങനെ കുറഞ്ഞു. അയാൾക്ക് തന്നെ ഡോക്ടർക്ക് തന്നെ അങ്ങ് അത്ഭുതമായി പോയി. അപ്പം നമ്മളോട് കർത്താവ് പറഞ്ഞു നമ്മൾ ചെയ്യുക. ഡോക്ടറല്ല നമ്മുടെ കർത്താവാണ് നമ്മുടെ ഡോക്ടർ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിശ്വാസത്തോടെ അത് ദൈവം വിടുവിച്ചു. കർത്താവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ വെബ്സൈറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ദൈവം എനിക്ക് തരുവാൻ, ആ ഡോക്ടറെ കാണുവാനും അയാളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുവാനും അത് ഇന്നും ഡോക്ടറിന് പൈസ തന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഇയർലി പേയ്മെന്റ് ഒക്കെ. അപ്പം ദൈവം ഒരു അത്ഭുതത്തിന് വേണ്ടി എന്നെ ഒരു വഴി നടത്തിയതാണ്. എല്ലാം ദൈവം നന്മയ്ക്കാ നമുക്ക്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പിശാചിങ്ങനെ ചിലത് കൊണ്ടുവരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തും. അപ്പൊ നമ്മൾ ഇതിനെ ഭയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു ഹോർമോണാണ് ഉണ്ടാകുന്നത്. ആ ഹോർമോൺ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള ആരോഗ്യം കൂടെ പോകും. അതാണ് സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. നമ്മൾ കർത്താവിൽ ദാവീദിന്റെ കൂടാരത്തിൽ ഉല്ലസിപ്പിക്കും, ജയഘോഷം നടത്തുവിൻ എന്നൊക്കെ അതാണ് അവരവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അവർ ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തപ്പോഴേ ദാവീദിന്റെ കൂടാരം ഏതാണ്ട് 33 വർഷമാണ്. അതായത് കർത്താവിന്റെ ആ ആയുഷ്കാലത്തെയാണ് അത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അത് എങ്ങനെയോ അത് വീണുപോയി. മാത്രമല്ല ആ ദിവസങ്ങളിൽ അന്ന് ഒരു ശത്രുക്കളും നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു ശത്രുക്കളും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല.
അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ആ കൂടാരത്തെ റീസ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ദേശത്തിലും ചർച്ചിലും എല്ലാം ഒരു വലിയൊരു അത്ഭുതമാക്കി ദൈവം നമ്മളെ മാറ്റും. അതിനായി നമ്മുടെ ഈ പ്രയർ സെല്ല് 24 hours ആയിരുന്നു ദാവീദിന്റെ കൂടാരത്തിൽ ആരാധന. അതുപോലെ ദൈവം ഈ ആരാധന ഈ ദിവസങ്ങളിലെല്ലാം 24 hours നമ്മളെ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. അപ്പം ദൈവം നമ്മോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ അത് ഏറ്റെടുത്ത് വിശ്വാസത്തോട് ചെയ്യുമ്പോഴാണ് അതൊരു അത്ഭുതമായിട്ട് മാറുന്നത്. ഞാൻ ഈ അമേരിക്ക വന്നപ്പോഴും ഇവിടെ വന്നപ്പോഴേ എല്ലാരും പറഞ്ഞു ഫ്ലൂട്ട് ഷോട്ട് എടുക്കണം. എനിക്ക് എന്തോന്ന് അറിഞ്ഞ് മനസ്സിലായില്ല. ഫ്ലൂട്ട് ഷോട്ട് എടുക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഒരു ഫ്ലൂ ഉണ്ട്, അപ്പം അതിങ്ങനെ വർഷം വർഷം വരും, അപ്പൊ അതിനുള്ള മരുന്നാണ്. അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു. അപ്പൊ ഞാനൊന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ്. അപ്പൊ എന്റെ മനസ്സിൽ വന്നത് ഫ്ലൂട്ട് ഷോട്ട് എടുക്കണ്ട, ഇങ്ങനെ ഒരു വാക്ക് എന്റെ മനസ്സിൽ വന്നു. ഞാൻ പിന്നെ ഈ ഷോട്ടിന്റെ പുറകെ പോകാനോ പോയിട്ടില്ല. അതിനെപ്പറ്റി കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യം. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ എടുത്തേ പറ്റൂ. ഇങ്ങനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശത്രു നമ്മൾ ഈ ഫ്ലൂ ഷോട്ടിന്റെ പുറകെ പോകുമ്പോഴായിരിക്കും ഫ്ലൂ ഷോട്ട് നമുക്ക് വരും, നമ്മുടെ പുറകെ കയറി വരും. നമ്മൾ ഇതിനെ പേടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് നമ്മളെ കയറി അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പൊ എന്തുവാണെങ്കിൽ അതിലെ കർത്താവ് പറഞ്ഞു ഞാൻ എടുക്കാൻ തരില്ലെന്ന് വിചാരിച്ചു. ഇന്ന് വരെ എടുത്തിട്ടില്ല. വീട്ടിലാരും എടുത്തോന്ന് തന്നെ എനിക്കറിയത്തില്ല. എടുത്തിട്ടില്ലെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഞാൻ അറിയാതെ പോയി അതിനകത്തുള്ളത്. അപ്പം ഈ ഫ്ലൂ ഷോട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ വന്ന് പിശാച് പേടിക്കുമ്പോൾ നമ്മൾ അതിന് എന്താണ് കർത്താവ് അതിനെപ്പറ്റി പറയുന്നത് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് അതിന്റെ ആലോചന തരും. നമ്മൾ അതിനെ ഭയപ്പെടാൻ മുന്നോട്ട് പോകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ലോകം വരുമ്പോഴേ നമ്മൾ അതിൽ ദൈവത്തിലൊന്ന് ശക്തിപ്പെട്ട് നമ്മള് ബലപ്പെടുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമ്മ്യൂണി സിസ്റ്റം അവിടെ ഉണ്ടാവും. അതാണ് ധൈര്യം ഉണ്ടായി. അപ്പൊ നമുക്ക് ഈ ഒരു കൃപ തരും. മാത്രമല്ല ഈ ഭ്രമിക്കാതെ ഇങ്ങനെയുള്ള ഈ കോവിഡ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുമ്പോൾ, ദൈവത്തിൽ അങ്ങോട്ട് ശരണപ്പെട്ടിരിക്കുമ്പോൾ ഇമ്മ്യൂണി സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാണ് കർത്താവ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ട്രംപിന് ഇങ്ങനെ അസുഖം വന്നപ്പോൾ അദ്ദേഹം ഇതിനെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നിട്ട് പറയാം എനിക്ക് 20 വർഷത്തെക്കാട്ടിലും നല്ല മുമ്പുള്ളതിനെക്കാട്ടിലും നല്ല ആരോഗ്യം ഇപ്പോഴുണ്ടെന്ന്. അപ്പൊ അതുപോലെ നമ്മുടെ ദൈവമക്കൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഭാരപ്പെടാതെ നമ്മൾ ഇതിനെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ അതിനെ ജയിക്കുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിലെ കർത്താവ് ഈ കൂടാരത്തിനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും വരുവാൻ കർത്താവ് ഇടയാക്കണം. ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തില് അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴ്വീൻ, അവനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെ അവന്റെ ശക്തിയെയും അവന്റെ മുഖത്തെയും നിരന്തരം അന്വേഷിപ്പാൻ. അപ്പൊ ഈ ദിവസങ്ങളില് നമ്മുടെ കർത്താവിന്റെ മുഖം നമ്മൾ ആ മുഖശോഭയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് പകരും. അതാണ് കർത്താവിന്റെ ദാസൻ ഈ പ്രയർലെസ്സിൽ നടന്ന് നമ്മള് ഓരോ ദിവസം കയറി ഓരോ വചനവും കേൾക്കുമ്പോഴും അതിന് 24 hours അതിനകത്ത് എപ്പം വേണമെങ്കിലും കയറാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് അവസരം ദൈവം ഒരുക്കിയിരിക്കുക. ഈ അന്ത്യകാലത്ത് ദൈവം നമുക്ക് മറ്റു ദേശങ്ങളോടൊക്കെ ഇതുപോലൊക്കെ 24 hours ആയി കഴിയുമ്പോഴത്തേക്ക് കർത്താവിന്റെ ഒരു വരവിന്റെ ഒരു ലക്ഷണമാണ്. അതിന് പ്രിപ്പയർ ആക്കുക നമ്മളെ. അപ്പൊ നമ്മൾ ആ സമയങ്ങളും കാലങ്ങളും ഒന്നും ഇനി വേസ്റ്റ് ആക്കാൻ നമ്മുടെ മുന്നിലില്ല. നമ്മളപ്പം അതിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വചനം പറയുന്ന അവിടുത്തെ അട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിട്ട് നമ്മളങ്ങ് വിശ്വാസത്തോട് പറയണം. രാവിലെ കർത്താവ് ദാസം പറഞ്ഞു ഐ ആം ഹീൽഡ്. എന്നിട്ട് നമ്മളത് ഡിക്ലെയർ ചെയ്യണം. അപ്പം വിശ്വസിച്ചുകൊണ്ട് ഞാൻ സുഖമായിരിക്കുക നമ്മൾ ആ വചനം ഏറ്റു പറയുമ്പോൾ അവിടെ ഒരു ഭയങ്കര വിടുതൽ. അതാണ് കർത്താവിന്റെ വചനം അനുഷ്ഠിക്കാൻ കർത്താവ് ജാഗ്രതനായിട്ടിരിക്കുക. ആര് പറയുന്നെന്നുള്ളതാ. ആരെന്റെ ശബ്ദം കേട്ട് എന്റെ വാക്ക് ഒന്ന് എനിക്ക് വാതിൽ തുറന്നു തരുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ ഈ പ്രേയർസിൽ നിന്ന് വളരെ ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. മാത്രമല്ല ഇന്ന് രാവിലെ ഒരു വാക്യം കർത്താവിന്റെ ദാസൻ പറഞ്ഞത് 1-ാം സങ്കീർത്തനം അവന്റെ കൂടെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 1-ാം സങ്കീർത്തനത്തിലാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നാണ് വചനം പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പല കാര്യങ്ങളും ദൈവം നമുക്ക് പ്രവർത്തിക്കും. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പ്രയറിന്റെ ഒക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴേ സാധാരണ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഈ ഹോളി മാട്രിമോണിയിലൊന്നും പേയ്മെന്റ് ഒന്നും ഇന്ത്യയിൽ നിന്നൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ആ വർക്കൊക്കെ ചെയ്തപ്പോൾ ഏതാണ്ട് ഉടനെ 2 ദിവസം 10,000 രൂപ കൊണ്ട് ആളുകൾ ബാങ്കിലിട്ടു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഇവിടുന്നാണെങ്കിലും അമേരിക്കയിൽ നിന്നാണെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാലിഫോർണിയയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യം നോക്കും. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. ഞാൻ അവിടെ ബോംബെയിലായിരുന്നപ്പോഴേ
ഒത്തിരി നമ്മൾ ഈ എക്സ്പെൻസ് എല്ലാം കൂടെ ഏതാണ്ട് 1,00,000 നമുക്ക് ഈ വീടിന്റെ റെന്റും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. അപ്പം എൻഡ് ഓഫ് ദ മന്തില് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മാനേജ് ചെയ്യാവുന്ന പൈസയേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങാം. അപ്പം കൗൺസിലിംഗ് സെന്റർ തുടങ്ങാൻ റൂം എടുക്കണം, ഓഫീസ് എടുക്കണം, ഫർണിച്ചർ വാങ്ങിക്കണം, മാസം അഡീഷണൽ ഒരു 30,000 എക്സ്പെൻസ് ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും പൈസ ഒന്നുമില്ല. അപ്പം എനിക്കറിയാം കർത്താവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും കൈവിടത്തില്ല. അതിന്റെ പ്രൊഫഷനും കർത്താവ് ഉണ്ടാകും. ഞാൻ വിശ്വാസത്തിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 2 വർഷത്തോളം അതിന്റെ പേയ്മെന്റ് ഒക്കെ പല ഗുജറാത്തികളെയും പല ബിസിനസ്സുകാരിൽ നിന്നും അതിന്റെ വർക്കൊക്കെ കിട്ടുവാനും കർത്താവ് ഇടയാക്കി. വിശ്വാസത്തോടെ അത് നടത്തുവാൻ കർത്താവ് ഇടയാക്കി. മാത്രമല്ല അവിടെ ഇരുന്ന് പ്രാർത്ഥന ഒരു വെള്ളിയാഴ്ച ദിവസം ഓരോ പ്രാർത്ഥന തുടങ്ങുവാനും ഒക്കെ ദൈവം അവിടുന്ന് ഇടയാക്കി. അനേകർക്ക് അത് പ്രയോജനമായി തീരുവാനും ഒരു ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, നീ ബൈബിൾ സ്റ്റഡി തുടങ്ങാൻ. അങ്ങനെ ഞാൻ അവിടെ സ്റ്റാഫിനൊക്കെ ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. അവർക്കൊന്നും വചനമൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വചനം പറഞ്ഞു. ഒരു ദിവസം 2 പാസ്റ്റർമാരും വന്നിരുന്നു. എന്നെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പം അവര് പറഞ്ഞിട്ട് പറഞ്ഞു ബൈബിൾ സ്റ്റഡി നല്ലതായിരുന്നു. അപ്പം ഭയങ്കര അനുഗ്രഹമായിരുന്നു. അപ്പം ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒന്നും അറിയണമെന്നൊന്നുമില്ല. കർത്താവിന്റെ വചനം നമ്മൾ തരുന്നത് യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ചെറുതാണെന്നൊന്നും അറിവില്ലെന്നൊന്നും പറയണ്ട, വിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞാൽ മതി. ഇതുപോലൊക്കെ ഒരു ദിവസം ഞാൻ രാവിലെ 4 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ കർത്താവിന്റെ ഒരു വചനം എനിക്ക് കർത്താവ് തന്നു. ആ വചനം അപ്പം എന്നോട് കർത്താവ് ഇങ്ങനെ മനസ്സിൽ വചനം തന്നു. അപ്പം ഞായറാഴ്ച സൺഡേ രാവിലെ ആയിരുന്നു. അപ്പം അവിടെ കുട്ടികൾക്കൊക്കെ യൂത്തിനൊക്കെ മീറ്റിംഗ് നടത്തുന്ന ഒരു അച്ചായൻ ഇച്ചിരി ബിസിയുള്ളത് ഒരു കമ്പനിയുടെ ഡയറക്ടർ, SR സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനി ഡയറക്ടർ. അദ്ദേഹം ഹെലികോപ്റ്ററിലൊക്കെ വന്നാണ് ബോംബെ വരുന്നത്, സൂററ്റിൽ നിന്ന്. പിന്നെ അന്ന് തന്നെ ചിലപ്പം തിരിച്ചു പോകും. അപ്പം ഇച്ചിരി ബിസിയുള്ള ആളാണ്. ഒരു ദിവസം അന്ന് എന്നോട് പറഞ്ഞ് ഞാൻ വരത്തില്ല, നീ എടുക്കണമെന്ന്. അപ്പം ദൈവം രാവിലെ എനിക്കൊരു വചനം തന്നിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇംഗ്ലീഷിൽ അവിടെ അവിടെ യൂത്ത് മീറ്റിംഗ് എടുക്കണം. അപ്പം ഞാൻ ഹിന്ദിയിലൊക്കെ എടുത്തിട്ട് ഇച്ചിരി പരിചയമുണ്ട്. അപ്പം ഇംഗ്ലീഷ് അങ്ങനെ എടുത്തില്ല. അന്ന് ഞാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. ഞാൻ വചനം എടുത്ത് ആ കർത്താവ് തന്ന ആ വചനം എടുത്ത് അവിടെ 1 മണിക്കൂർ, എനിക്കറിയത്തില്ല ഏതോ പറഞ്ഞു വചനം ദൈവം ഇങ്ങനെ തന്നു, അതൊക്കെ അങ്ങ് പറഞ്ഞു. ഒടുവില് ഒരു 5 പേര് സ്നാനപ്പെടാൻ തയ്യാറായി. പിറ്റേ ആഴ്ച അവർ സ്നാനപ്പെടുകയും ചെയ്തു. അതിലൊരു പയ്യന്റെ ഫാദർ എന്നോട് പറഞ്ഞു, ഇവൻ ഒരു വിധത്തിൽ അനുസരിക്കുന്നില്ല, കാത്തലിക്സാ. അവനെ പിന്നെ ഫാദർ അടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കി വെച്ചതാ. പക്ഷെ അവൻ ഒരിക്കലും അനുസരിക്കത്തില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അവനും സ്നാനപ്പെടുവാൻ തയ്യാറായി. അപ്പം പുത്രത്വത്തിന്റെ ആത്മാവെന്നുള്ള ആ വിഷയമായിരുന്നു എടുത്ത് കർത്താവ് തന്നത്. ഒരു അത്ഭുതം. ദൈവം നമ്മുടെ വാക്യത്തിൽ നമ്മൾ പറയുമ്പോൾ ആ വാക്കിന്, കർത്താവ് തരുന്ന വാക്കിന് ഭയങ്കര ശക്തിയാ. അത് ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് അതിനുവേണ്ടി തരട്ടെ. അനേക ഉപയോഗപ്രദമാക്കുവാൻ കർത്താവ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇടയാക്കും. നമ്മൾ വിശ്വാസത്തോടെ അങ്ങ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് മുമ്പോട്ട് പോയാൽ മതി. ഭയപ്പെടാതെ കർത്താവ് നമ്മളെ അത്ഭുതം പ്രവർത്തിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ കർത്താവ് ഇങ്ങനെ പറയുക, നമ്മൾ അത് പ്രകാരം ചെയ്തതൊക്കെ സക്സസ് ആയി മാറിയിട്ടുണ്ട്. ഈ അമേരിക്ക വരുന്ന കാര്യം അതും ഒരത്ഭുതമായിട്ടാണ് കർത്താവ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നത്. ദിവസങ്ങളില് നമ്മൾ ഈ പ്രയർ ലൈനിൽ കൂടെ കേൾക്കാമോ? ഓക്കെ. പ്രയർ ലൈനിൽ കൂടെ കർത്താവ് അനേകർക്ക് പ്രയോജനമാക്കി തീർക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവിന്റെ വചനപ്രകാരം അത് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കണം. അതാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എന്റെ പ്രാർത്ഥന. അപ്പം ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിട്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവ് അദ്ദേഹത്തിലും വിശ്വസ്തരാക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടിരുന്നത്. ഞാനാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ഞാൻ വലിയ ബാങ്ക് അക്കൗണ്ട് ഒന്നും എനിക്കില്ല. ഞാനങ്ങനെ അങ്ങനെയുള്ളൊരു സേവിങ് ഒന്നുമില്ല. അമേരിക്ക ഇങ്ങോട്ട് വരാൻ നേരത്തെ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും എല്ലാം കൂടെ 3-4 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചില കാര്യങ്ങൾ കർത്താവിന് ചെയ്യുന്നതെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നറിയാം, അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ അന്നേരം ഭയപ്പെടേണ്ട. അതാണ് ഈ ലോകത്ത് നമ്മൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ട എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അങ്ങനെ പൈസ ഒന്നുമില്ല. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ ആരോടും കടം ചോദിക്കത്തില്ല. അങ്ങനെ ഒരു തീരുമാനമാണ്. അപ്പം ദൈവം നടത്തുന്ന മാതിരി മതി എന്നുള്ള ഒരു വിശ്വാസത്തില്ല. അപ്പം ഇങ്ങനെ പോരുന്ന ദിവസമായപ്പം എക്സ്പെൻസ് വേണം, ടിക്കറ്റ് വേണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിപ്പോ ഒരാള് ഒരു കമ്പനി വിളിച്ചു, എനിക്ക് ലോൺ വേണമെന്ന് ചോദിച്ചു. ലോൺ വേണമെന്ന് പറഞ്ഞു.
വിതിൻ 2 ഡേയ്സിൽ അവർ അതിന്റെ ചെക്ക് എടുത്ത് $3,03,000 രൂപയുടെ ചെക്ക് എടുത്ത് എന്റെ കൈ തന്നു. ഞാനത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അത് വീണ്ടും ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പൈസ ഞാൻ ആ പൈസ എല്ലാം ഇവിടുന്നൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തു. പക്ഷേ ദൈവം ആ തക്ക സമയത്ത് കരുതുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് ഭാരപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. അതെന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ദൈവത്തോട് ചോദിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവം ഒരു വലിയൊരു അത്ഭുതങ്ങൾ നമ്മുടെ ദിവസങ്ങളിൽ ചെയ്യും. ഈ പ്രയർ ലൈനിലാണെങ്കിലും വന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ വന്നത് ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ആയി. ആദ്യം പ്രാർത്ഥന ഇവിടെ വന്നേ പിന്നെ അധികം പ്രാർത്ഥനയൊന്നുമില്ല. അപ്പം അത് കുറഞ്ഞു പോയിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം റിസ്റ്റോർ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അപ്പൊ നമ്മുടെ കർത്താവ് ഇനിയും ദാവീദിന്റെ കൂടാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം കർത്താവിന്റെ ദാസൻ ഇപ്പം പറഞ്ഞ മാതിരി സങ്കീർത്തനമുണ്ട്. ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയത് ആ കൂടാരം ദാവീദ് കൂടാരം അവിടെ അടിച്ചിരുന്ന സമയത്താണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയത്. ആ 33 വർഷക്കാലം അവിടെ ഇരുന്നപ്പോഴാണ് ദാവീദിന് ദൈവം ഈ സങ്കീർത്തനങ്ങൾ കൊടുത്തത്. അപ്പൊ അവിടെയാണ് സങ്കീർത്തനമുണ്ട്. പിന്നെ വെളിപ്പാട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് 22-ാം സങ്കീർത്തനത്തിലൊക്കെ അവൻ എന്റെ അങ്കിക്കായി ചീട്ടിട്ടു കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ആ വെളിപ്പാടുണ്ട്. അത് ദാവീദ് വെളിപ്പാടിൽ കൂടെ കണ്ട കാര്യങ്ങളാണ്. അപ്പം വ്യാഖ്യാനവും അതെല്ലാം ഉണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ എന്താ മൂലക്കല്ലായിരിക്കുന്നു, മനുഷ്യർക്കെങ്കിലും ആ മൂലക്കല്ലാക്കി മാറ്റി എന്നുള്ളത് ആ കാര്യങ്ങളെല്ലാം വെളിപ്പാട് ഇതെല്ലാം ആ ദാവീദിന്റെ കൂടാരത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം കർത്താവിന്റെ ദാസൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങള്. അപ്പൊ ഈ ദിവസങ്ങളിൽ ആ ദാവീദിന്റെ കൂടാരത്തിന്റെ കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി ഇന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. ആ ദിവസങ്ങൾ അത് വളരെ റീസ്റ്റോർ ആക്കി എടുക്കണം. കഴിഞ്ഞ ദിവസം അപ്പം വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. അപ്പൊ ഈ വചനം നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയ ചെയ്യണം. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ നമ്മളിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതേസമയം ആ സിസ്റ്റർ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് മണി പറഞ്ഞ സിസ്റ്ററെ മർത്തോമായിരുന്നു ഫാദറും മദറും. എന്നാൽ ഇവരുടെ ഉള്ളില് ഭയങ്കര ഒരു വിശ്വാസം. എന്തുകൊണ്ടെന്ന് ഞാനിപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് മണി ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അതിനകത്തൊരു വാക്ക് പറഞ്ഞത് ഭക്തസിംഗിന്റെ സഭയിലായിരുന്നു. അപ്പൊ എനിക്ക് അധികം ഞാൻ ഈ മാട്രിമോണിയിലെ ആളുകൾ ഇങ്ങനെ ഭക്തസിംഗ് എന്ന് പറഞ്ഞ് പ്രൊഫൈൽ എടുത്തു. ഞാൻ പെട്ടെന്ന് ഈ ഭക്തസിംഗിന്റെ ഒക്കെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത് അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നു. അദ്ദേഹം നടത്തിയ ചർച്ചും അദ്ദേഹത്തിന്റെ ഫൂണറലും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഭയങ്കര ഒരു സാധു സുന്ദരൻ സിംഗിനെ പോലെ സുവിശേഷം അറിയിക്കുന്ന വലിയൊരു കർത്താവിന്റെ ഒരു ദാസനായിരുന്നു. കർത്താവ് വിളിച്ച പല രാജ്യങ്ങളിലും പോയി, ഇവൻ അമേരിക്കയിലൊക്കെ വന്ന് പ്രസംഗിച്ച ഒരു വലിയൊരു ദാസൻ. അപ്പൊ അവിടെ വചനം ശരിക്കും അവരെ പഠിപ്പിച്ച് അത് ആ സിസ്റ്റർ ചെറുപ്പകാലം മുതലേ അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് പതിഞ്ഞു. അത് ഭയങ്കര ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദിവസങ്ങളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അവർ 6 വയസ്സ് മുതൽ ഒരു 14 വയസ്സൊക്കെ വരുമ്പോഴേ പറഞ്ഞെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇത് വരുവുള്ളൂ വചനം. അതപ്പോ അത് കഴിഞ്ഞൊക്കെ പറയുന്നതൊന്നും പിടികിട്ടില്ല. അപ്പൊ ആ സമയം നമ്മൾ അവരുടെ ഹൃദയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ അവരുടെ ഉള്ളിൽ അത് കിടക്കും. അതങ്ങനെ അവസാനം വരെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞ വചനപ്രകാരം അത് അവരുടെ ഉള്ളിലിരിക്കും. അപ്പൊ എന്ത് പ്രതികൂലം വന്നാലും അവരെ നേരിടുവാൻ ദൈവത്തിന്റെ ശക്തി അവർക്ക് കിട്ടും. പലപ്പോഴും ഞാൻ എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാനും ആ മകനൊക്കെ വളർന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന എന്താണെന്ന് ഇത്രയും വരുന്നില്ല. പക്ഷേ അവിടെ ആ സിസ്റ്റർ സൺഡേ സ്കൂൾ പഠിച്ചപ്പം പറഞ്ഞു അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാരേജിന്. ഇതൊന്നും നമ്മുടെ കാര്യം ജീവിതത്തിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല. എനിക്കാണ് എന്റെ അനുഭവം കൊണ്ട് ഞാൻ ഇതൊക്കെ പഠിക്കുകയും എനിക്ക് അനുഭവപ്പെട്ടപ്പോഴാണ്, ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതിനായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാല്, ഞാൻ ഇപ്പോഴാണെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് മോനോട് ഓരോ കാര്യങ്ങൾ ദൈവം നടത്തുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവന്റെ ഉള്ളിൽ ഇങ്ങനെ വിശ്വാസം വരുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഇത് അനുഭവം കൊണ്ട് അവർ മനസ്സിലാക്കിയെങ്കിൽ അവർക്കും ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ തലമുറയെ കർത്താവിനായിട്ട് നമ്മൾ നേടുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മളത് നെഗ്ലക്ട് ചെയ്ത് എടുക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് ദൈവ ഈ ദിവസങ്ങൾ എനിക്കും തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈകളൊരുത്തി രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുകയും. ഞാനാണെങ്കിൽ രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കുളിച്ചു കഴിഞ്ഞ ഉടനെ ഒരു പ്രാർത്ഥനയുണ്ട്, രാവിലെയും വൈകിട്ടും. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നാൽ വലിയ പ്രാർത്ഥനയല്ല, ഒരു 5 മിനിറ്റ് ഒരു പാട്ടും പാടി ഒരു ഇതുമൊക്കെ ഒരു ബൈബിളും വായിച്ച് എവിടെയെങ്കിലും ലോങ് ഡിസ്റ്റൻസ് പോകുന്നതിന് മുമ്പേ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വാഹനത്തെയും എല്ലാം കൈകൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധി കൊടുത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ട്രാഫിക്കിലും പോകേണ്ട ഒന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ സൂക്ഷിക്കും. അപ്പൊ നമ്മളത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളും അത് കണ്ടു പഠിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ അതിനെല്ലാം നമ്മൾ ഈ പ്രെയർ ലൈനിലുള്ള
എല്ലാ കുടുംബത്തിലും ആ രീതിയിൽ കർത്താവിന് എത്രമാത്രം കർത്താവിന്റെ മുഖം അന്വേഷിക്കുക, അത് നമ്മൾ അന്വേഷിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, വിടുതലാകും. പിന്നെ ദിവസം ഈ നമ്മളെ ഞാൻ പറഞ്ഞ മാതിരി കൈകൊട്ടി പ്രാർത്ഥിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും എല്ലാം നമ്മുടെ ആരോഗ്യമാണ് വരുന്നത്. ഞാൻ ഈ ആലോചിക്കുകയും ചെയ്യുന്ന ഈ അമ്മച്ചിമാരൊക്കെ ആന്റിമാരൊക്കെ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ആരോഗ്യത്തോടും ചുറുചുറുക്കോടും അവരെല്ലാം ദൈവം സഹായം. കർത്താവിന്റെ വരവ് വരെയും നമ്മുടെ ഈ പ്രെയർ ലൈനിലെ കർത്താവ് നടത്തുന്നതാണ് വിശ്വാസം. നമ്മൾ ആരോഗ്യം പോലും കർത്താവ് തരും. യോഹന്നാന്റെ സുവിശേഷം അപ്പോസ്തലൻ പറയുന്ന മാതിരി സുഖമായിട്ട് ഇരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനെ നമ്മളെ ശക്തീകരിക്കും. മാത്രമല്ല കർത്താവ് രോഗോപശാന്തിയോടുകൂടാണ് കർത്താവ് ഉദിക്കുന്നത്. നീതി സൂര്യൻ, അതായത് ആ വസ്ത്രത്തിന്റെ തൊങ്ങലില് തൊട്ട സ്ത്രീയെ, ആ തൊങ്ങലിന്റെ നിയമങ്ങളൊക്കെ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12 ലൈനായിട്ട് നൂലായിട്ട് ഇങ്ങനെ പിരിച്ച് അതിൽ ഒരു നൂല് നീല നൂല. ആ നീല നൂലെ തൊട്ടാല് സൗഖ്യമാകുമെന്ന് ഈ സിസ്റ്ററുണ്ട്. അത് നമ്മുടെ മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്റെ വിശ്വാസം വലുത്. കർത്താവിന്റെ നമ്മൾ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ പല വെളിപ്പാടുകൾ കാണണം. അത് കണ്ട് നമ്മൾ അതിൻപ്രകാരം ചെയ്യുമ്പോഴേ കർത്താവ് പറയും നിന്റെ വിശ്വാസം വലുത്. ദൈവം അത്ഭുതം നമുക്ക് പ്രവർത്തിക്കും. പല കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നമ്മൾ അത് കാണുവാൻ, വിശ്വാസത്തോടെ എന്താണ് അവർക്ക് വേണ്ടിയെന്നുള്ളത് കാണുവാൻ, ഫീഡ് ചെയ്യുവാനും ദൈവ ദിവസങ്ങളിൽ നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ സമയം അനുവദിച്ചു വന്ന കർത്താവ് ദാസനോട് നന്ദി അറിയിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ. രാത്രികാലങ്ങൾക്ക് ഉണർന്ന് പ്രാർത്ഥിപ്പാനെല്ലാം നമ്മളെ ശക്തീകരിക്കട്ടെ. അവിടുത്തെ ആത്മാവ് നമ്മളെ നടത്തട്ടെ. വഴിതാകുന്ന ഇതിൽ കൂടെ കടന്നുകൊള്ളാൻ കർത്താവിന്റെ ശബ്ദം ഇതിൽ കേട്ട് അതിന് പ്രകാരം പോവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്. ഈ എളിയ സാക്ഷിയിൽ നിന്ന് ഞാൻ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. Praise the Lord. ലൈനിലുണ്ടോ ആരും? ഉണ്ടല്ലോ. Praise the Lord. ഞാനടുത്ത ഭാഷ ലൈനിൽ കേൾക്കാമോ? ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ. ഫസ്റ്റ് എന്റെ മെസ്സേജ് ഞാൻ ടെസ്റ്റ് മണി ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കി. ഞാൻ കേട്ടു, ഞാൻ മൊത്തം കേട്ടു. ഞാൻ പറയാൻ വന്ന വിഷയമുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ട വിധത്തിലാ സാക്ഷ്യം പറഞ്ഞത്. വചനത്തിൽ കൂടെയും അനുഭവത്തിൽ കൂടെയും ഷെയർ ചെയ്തു. വളരെ അനുഗ്രഹമായിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ബോംബെ വെച്ചല്ലയോ ഒരു പരിസ്ഥിതി എടുത്തപ്പോ 5 പേര് സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. 5 പേര് അത് കുഞ്ഞുങ്ങളാ, യൂത്താ. അതായത് ഒരു 20-25 വയസ്സുള്ള അതിലൊരു ടച്ച് ചെയ്തു. നമ്മൾ ഒരു അസാധ്യം എന്ന് പറയുന്നിടത്ത് ഗിദെയോനെ ദൈവം ഉപയോഗിച്ച പോലെ, ശിംശോനെ ദൈവം ഉപയോഗിച്ച പോലെ അവരുടെ മിടുക്കും സാമർത്ഥ്യമൊന്നുമല്ല. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അവരെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്തു. 5 പേര് സ്നാനപ്പെടാൻ തീരുമാനം എടുക്കുന്നു തന്നെ വളരെ ടച്ച് ചെയ്തു ആ ഭാവം. പിന്നെ കൈകൊള് കാര്യം പറഞ്ഞല്ലോ, കൈകൊട്ടി ആരാധിക്കുന്ന കാര്യം പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൈകൊട്ടി ആരാധിക്കുന്നതിന് ഭയങ്കര വിടുതലാണ്. നമ്മൾ അറിയാമെന്ന് ചോദിച്ചാ, ഞാൻ പണ്ടാണെങ്കിൽ കയ്യിൽ എണ്ണ ഒഴിക്കും. കാരണം അത്രയ്ക്ക് അടിക്കണം. കയ്യെ അടിച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ആരാധിച്ചപ്പോൾ അന്നേരം വിടുതൽ വന്നു. ആ ഭാഗത്താണ് ആ വിഷയത്തിന് അന്നേരം വിടുതൽ കിട്ടി. ആ സമയത്ത് വിടുതൽ കിട്ടി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല, ഇത് കൈയ്യേല എണ്ണ ഒഴിച്ചിട്ട് കൈ അടിച്ച് ആരാധിക്കണം. ഒരു വിഷയത്തിന് മുമ്പായി ആരാധിച്ചു. ഉടനെ ഫോൺ കോൾ വന്നു. ആ വിഷയം നേരെ മൂടുപോടം അങ്ങ് പോയി, തെറിച്ചു പോയി. ആ മൂടുപോടം തെറിച്ചു പോയി. ഉടനെ ഫോൺ കോൾ വന്നു. അപ്പൊ ഞാൻ കൈ അടിക്കുന്നതിന് വലിയ വിടുതല. എസെക്കിയേൽ 21-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യം. നീയോ മനുഷ്യപുത്ര പ്രവചിച്ച് കൈകൊട്ടുക. ആരോടാ പറയുന്നത്? എസെക്കിയേലിനോട് പറയാ. പ്രവചിക്കുന്നു. കാരണം നമ്മൾ പ്രവചിക്കത്തേ ഉള്ളൂ. പ്രവചിച്ച് കൈകൊട്ടാൻ. പിന്നെ അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പ്രജകളോട് മനുഷ്യപുത്ര നിലവിളിച്ച് മുറയിടുക. എന്ത് വാക്യം അതൊക്കെ! അതുകൊണ്ട് നമ്മൾ കൈകൊട്ടുന്നത് ഒന്നും അറിയാതിരിക്കരുത്. നാം കൈകൊട്ടുമ്പോൾ ദൈവം കൈകൊട്ടും.
കൈകൊട്ടിയിട്ട് ആ ദേശത്തിന്മേലുള്ള വിടുതൽ കൊടുക്കും. എൻ്റെ കോപത്തെ അങ്ങ് ശമിപ്പിച്ചു. ഇതാ കൈകൊട്ടുന്ന വിടുതൽ. ഇത് വല്ലതും അതുകൊണ്ടാണ് ഒരു സകല ജാതികളുമായുള്ളവരെ നിങ്ങളെ കൈകൊട്ടി ആരാധിക്കാൻ. കൈകൊട്ടി അങ്ങോട്ട് ആരാധിക്കുമ്പോഴല്ലോ ഭയങ്കര വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിനെ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കും. നമ്മുടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ മതി. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കും. നമ്മുടെ ആവശ്യങ്ങൾ എന്തുവാണെന്ന് ദൈവത്തിനറിയാം. ആവശ്യമില്ലാത്തതിന്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അതിന് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട വിഷയം മുമ്പേ പറഞ്ഞ പോലെ യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഏത് മനുഷ്യനെ തിരിച്ചറിയേണ്ടതിന് അവന്റെ കൈക്കൊരു മുദ്രയിട്ടിരിക്കണം. ഒരു മനുഷ്യന്റെ കയ്യിലെ മുദ്ര എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരാൾ വേറെ ലോകത്തിലില്ല. ചിന്തിച്ചു നോക്കണേ. നമ്മൾ പറയാ പാവപ്പെട്ടവരാ, ഒന്നുമില്ലാത്തവരാണ്. അവരുടെ കയ്യിലുള്ള കൈമുദ്ര പോലെ വേറൊരാൾക്കില്ല. അങ്ങനെ ആ വിധത്തില് ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ആ ദൈവത്തിന് എന്തൊരു ഉദ്ദേശമാണെന്ന് അറിയാമോ? ആ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം നമ്മൾ ജീവിതത്തില്ലെങ്കിൽ ദൈവത്തിന് ദുഃഖമാണെന്നറിയാമോ? അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഓർപ്പിക്കുന്ന വിഷയം ഈ കൈ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ. ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമാണ്. 2 കൊരിന്ത്യർ 1-21 വാക്യത്തിൽ ഞാൻ ഉറപ്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്റെ കയ്യിലും മുദ്രയുണ്ട്, ഹൃദയത്തിലും മുദ്രയുണ്ട്. ഹൃദയത്തിലെ മുദ്ര എന്താ? പരിശുദ്ധാത്മാവിന്റെ മുദ്ര. കയ്യിലെ മുദ്ര എന്നറിയാം. ഞാൻ നിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്നെ പേർ വേണ്ടി വിളിച്ചിരിക്കുക. കയ്യിലെ മുദ്ര നോക്ക. കേൾക്കത്തില്ലയോ? കേൾക്കാമോ? 2 കൊരിന്ത്യർ എത്ര വർഷം പറഞ്ഞേ? 2 കൊരിന്ത്യർ 1-21. താങ്ക് യു. ഞാൻ ക്രിസ്തുവിന് ഉറപ്പിക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട മുദ്ര ഇടപ്പെട്ടിരിക്കുന്നു. എന്റെ കയ്യെ മുദ്ര കൊടുത്തിരിക്കുക. ഹൃദയത്തിലെ മുദ്ര, കയ്യിലും. ഈ കയ്യിലെ മുദ്ര ആ വിധത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ചുമ്മാ വന്നൊന്നുമല്ല, ആക്സിഡന്റായിട്ട് വന്നതല്ല. ദൈവം നമ്മളെ അവന്റെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുക. ആ ഉദ്ദേശം കണ്ടുപിടിച്ച് അത് ഫുൾഫിൽ ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ സക്സസ്. ഏറ്റവും വലിയ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഡിസ്കവറി. ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഉദ്ദേശം മനസ്സിലാക്കുന്നതാണ് വലിയ ഡിസ്കവറി. അത് ഫുൾഫിൽ ചെയ്യുന്നതാണ് സക്സസ്. അല്ലാതെ അത് വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചോ അതൊന്നും അല്ല. എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ പറ്റി എന്തെല്ലാം ആഗ്രഹിക്കുന്നു അത് ഫുൾഫിൽ ചെയ്ത് ഇവിടുന്ന് കടന്നു പോകുന്നതാണ് സക്സസ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന് ശുദ്ധിരാകിയാകുമായിട്ട് ചിന്തിച്ചോണേ. 2 കൊരിന്ത്യർ 1-21 ഞാൻ ക്രിസ്തുയേശുവിൽ ഉറപ്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അഭിഷേകം ചെയ്തിട്ടിരിക്കുകയാണ്, മുദ്രയിട്ടിരിക്കുകയാണ്, ഉറപ്പിക്കുകയും ചെയ്തിരിക്കുക. 3 കാര്യം ദൈവം ചെയ്തിരിക്കുക. ഉറപ്പിച്ചിരിക്കുക, പിന്നെ മുദ്രയിൽപ്പെട്ടിരിക്കുന്നു, പിന്നെ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അഭിഷേകം തന്നിരിക്കുക. 2 മുദ്ര, ഹൃദയത്തിലെ മുദ്ര, കയ്യിലും മുദ്ര. നമ്മൾ ആരും ആക്സിഡന്റായിട്ട് വന്നതല്ല. ദൈവത്തിന് നമ്മളെ പറ്റി ഈ കയ്യിലെ മുദ്ര കൊണ്ട് നമ്മൾ ദൈവത്തെ ഒന്ന് അടിച്ചു, കയ്യൊന്ന് അടിച്ച് ദൈവത്തെ സൂക്ഷിച്ചു നോക്കിക്കേ. ദൈവം പറഞ്ഞു ഞാനും കൈയടിക്കുക. അപ്പം ദൈവം ഭയങ്കര വിടുതല്. ഈ നമ്മൾ ദൈവത്തെ സ്തുതിക്കും, കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് മനുഷ്യരാമന്റെ നേരെ കൈകൊട്ട്. ഞാൻ കൈകൊട്ടുമ്പോൾ അവനെ അവന്റെ ഇടത്തുനിന്ന് ഓടിക്കണം. കൈകൊട്ടി അങ്ങോട്ട് ആരാധിക്കുമ്പോൾ പിശാച് അങ്ങ് ഓടും. അവിടെ നിൽക്കത്തില്ല. പിന്നെ അവിടുന്ന് ഓടിക്കളയും. അവനെ അവന്റെ സ്ഥലത്തുനിന്ന് വിരട്ട് ഓടിക്കണം. കൈകൊട്ടായിരുന്നാൽ അവനെ അവിടെ തന്നെ ഇരിക്കും, തൊട്ടടുത്തിരിക്കും. അവനെ ഓടിക്കണമെങ്കിൽ നമ്മളെ കൈയടിച്ച് അങ്ങ് ആരാധിക്കണം. അവനങ്ങ് അവിടുന്ന് ഓടും. പിന്നെ അന്യഭാഷയോട് പറഞ്ഞ ഭയങ്കര 150 കിലോമീറ്റർ സ്പീഡിലങ്ങ് പോകും. പിന്നെ അടുത്ത് പോകും, ചേർത്ത് പോലില്ല അവിടെ. അതുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. Thank you, and thank you very much for sharing the testimony. God bless you. Thank you. മഞ്ഞപ്പുറം ലൈനിലുണ്ടോ? ഉണ്ടല്ലോ പക്ഷേ ഉണ്ടല്ലോ. ഓക്കെ. Please take over. Praise the Lord. ജോജു ബ്രദർ ലൈനിലുണ്ടോ? ഉണ്ട്. ജോജു ബ്രദറെ എത്തിക്കാമോ? പ്രാർത്ഥിക്കാം. സന്ധ്യാസമയത്താവേ
അവിടുത്തെ ശബ്ദങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവ് ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. കർത്താവേ, ഞാൻ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരവരുന്ന കർത്താവിന്റെ ശബ്ദം കർത്താവുള്ളതിനാൽ സ്തോത്രം. കർത്താവേ, ദിവസങ്ങളിൽ കർത്താവേ അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ഉത്തമമായ ഒരു ജീവിതം ചെയ്യുവാൻ അവിടുത്തെ ആത്മാവ് നമ്മളെ നടത്തുന്ന പോലെ കർത്താവേ, അതിന് പ്രകാരം ഞങ്ങൾ ആ ശബ്ദം കേട്ട് കർത്താവെ വഴിയിലാകുന്നതിൽ കൂടെ നടന്നുകൊള്ളാകുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ദിവസങ്ങൾ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചിന്തിക്കുന്ന എനിക്കിനും അപ്പുറമായി ഞങ്ങളെ ക്രിസ്തേശു ജീവോത്സവമായി നടത്തുന്ന കർത്താവിന്റെ സ്നേഹത്തിനായി കരുതലിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. തക്ക സമയത്ത് കരുണ ലഭിപ്പാൻ സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ ദിവസങ്ങളിൽ കൃപാസനത്തോടെ അടുത്തു വരുവാൻ ഹല്ലേലൂയ നിങ്ങൾ ഓരോരുത്തർക്കും കർത്താവേ നീ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പല പ്രാർത്ഥനയാണ് യാചനയാൽ ഏത് നേരത്തും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവേ പൂർണ്ണ സ്ഥിതിയിൽ കർത്താവേ നിങ്ങൾ ആശ്രയിപ്പാൻ വേണ്ടി നിങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വൈകുന്നേരം ഉച്ചയ്ക്ക് വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞെന്ന് പറയുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മുഖപ്രകാശം അന്വേഷിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദിവസങ്ങളിൽ കർത്താവിന് സാക്ഷിയായി തീരുവാൻ കാൽപർവ്വതത്തിൽ എത്ര മനോഹരം എന്ന് പറഞ്ഞു പോകുന്ന കർത്താവെ ദിവസങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവെ. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും എന്റെ സാക്ഷികളാവുമല്ലോ എന്ന് കർത്താവിന്റെ ശക്തി ലഭിച്ചിട്ട് ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരു സാക്ഷിയായി തീരുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വല്ലവരും കർത്താവെ കോവിഡിന്റെ വിഷയങ്ങളുമായിട്ടൊക്കെ കർത്താവെ ലോകം വളരെ തളർന്നിരിക്കുന്ന ഒരു സമയത്ത് കർത്താവെ തളർന്നിരിക്കുന്ന വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശിഷ്യന്മാരുടെ നാട്ടി ദിവസങ്ങൾ തന്നെ ജോലി സ്ഥലങ്ങളിലും ഭവനത്തിലും കർത്താവ് ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവെ നിന്റെ നാമം ഞങ്ങൾ മറ്റുള്ളവർക്ക് ബലപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് പറഞ്ഞു കർത്താവെ. അതിനായി നിങ്ങളുടെ നാവിനെ കർത്താവെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അപ്പൊ നീ നടത്തുന്ന ഓരോ പാതകൾക്കായി വഴികൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങളിലും എല്ലാ ദിവസങ്ങളും ഒരു വിടുതലുണ്ടാകുവാൻ ഹല്ലേലൂയ. ശക്തനാക്കുന്നവൻ ഞാൻ മുഖാന്തരം സകലത്തിനും മതിയാവുന്നുള്ള കർത്താവിന്റെ പ്രകാരം കർത്താവെ നിന്നാൽ പട്ടക്കൂട്ട് നേരെ പാഞ്ഞാൻ ദൈവത്താൽ മതിച്ചാടി കിടപ്പാൻ ദിവസങ്ങളിൽ കർത്താവെ നിങ്ങളുടെയാക്കണമേ പ്രാർത്ഥനായ കർത്താവെ. പ്രളയം കർത്താവെ അത്ഭുതമായി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ കർത്താവെ നീ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണേ, ആത്മശക്തിനാൽ നിറയ്ക്കണമേ. നല്ല നല്ല വചനങ്ങളെല്ലാം പറഞ്ഞു തരുവാൻ കർത്താവിന്റെ ദാസന്മാരെ കർത്താവെ നീ അഭിഷേകം ചെയ്യാനായി സ്തോത്രം സ്തോത്രം. ഓ മഞ്ഞും തന്നി ദിവസങ്ങൾ കർത്താവ് നിങ്ങളെ പോറ്റി പിളർത്തുന്നതിനായി സ്തോത്രം കർത്താവെ. ഇതിന്റെ വീണുപോയ കൂടാരങ്ങൾ ഈ ദിവസം കർത്താവെ നീ അവിടുന്ന് പണികൊണ്ടിരിക്കുക സ്തോത്രം സ്തോത്രം. നിന്റെ വരവിന്റെ ലക്ഷണമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. സാധനായും പൂർത്തിയുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് പട്ടംസ്ഥയോട് വേണ്ടിയാക്കും രാത്രി സമയം പ്രാർത്ഥിപ്പാൻ കൃപ നൽകും. അതിനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ കർത്താവിനെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ മാനവും മൊത്തം കർത്താവിനെ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയായി കേൾക്കണമേ. ആമേൻ 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 ആമേൻ. പരിശുദ്ധ ദൈവമേ സ്വപിതാവേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കാലം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ നൽകി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ കർത്താവേ. എല്ലാവും ഒരു കർത്താവേ ഇടപെടാതെ ദൈവസന്നിധിയിൽ ഓരോ മണിക്കൂറും ദൈവജന ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അനേക വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ സാക്ഷ്യത്തോടനുബന്ധിച്ച് വചനത്തിൽ കൂടെ കർത്താവെ ആലോചന പറയുവാൻ, അത് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉണർത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകി തരുന്ന വചനങ്ങളാക്കി തീർത്ത്, ധൈര്യം നൽകി തരുന്ന വചനമായി തീർത്ത്, ഞങ്ങൾക്ക് സൗഖ്യത്തിനും വിടുതലിനും കാരണമായി തീരുന്ന വചനമായി തീർന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി, ദൈവശബ്ദം കേൾക്കുന്നതിനായി ഞങ്ങൾ കർത്താവിന്റെ സന്നിധികളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ കൃപാവരങ്ങളായി നിറയുന്നവരായി ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. കർത്താവെ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ആരാധനയോടെ കൊണ്ടുവരുവാനിടയായി തരട്ടെ. കർത്താവെ പ്രിയ ജോജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മകനെ നീക്കത്തോളം സഹായിക്കല്ലോ. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാൻ, അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവെ നീ കൊടുത്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നുപോയിരുന്നതൊക്കെ കർത്താവെ
ഹല്ലേലൂയ, ഞങ്ങളുടെ ജ്ഞാനം കൊണ്ടൊന്നും അല്ലല്ലോ, ഞങ്ങളുടെ പഠിത്തം കൊണ്ടൊന്നും അല്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിച്ചാൽ അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണെന്ന്, ദൈവശബ്ദം കേട്ടത് അനുസരിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ നാടുകളിലൊക്കെ നിരദാസങ്ങൾ കൂടെ കർത്താവ് ചെയ്യിച്ച എല്ലാ ദൈവിക ഹല്ലേലൂയ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ശബ്ദം കേട്ട് എന്റെ ആജ്ഞ കേട്ടത് അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൃപ തരണമേ കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഈ ദിവസം ഞങ്ങളെയും ദൈവശബ്ദം കേൾപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങളെ അറിയിക്കണമേ കർത്താവേ. നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നിന്റെ ആലോചന അനുസരിക്കുന്നവരായി തീരുവാൻ, അത് അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവിക പ്രവൃത്തി പ്രാർത്ഥന ലൈനിൽ കാണുവാൻ കർത്താവെ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഈ ദിവസങ്ങളിൽ ദൈവജനം ഒരുമനപ്പെട്ട് അനുഗ്രഹം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവിക പ്രവൃത്തി എല്ലാ ഇടങ്ങളിലും സംഭവിക്കട്ടെ. അത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധപ്പെട്ടവരെ എല്ലാ കുടുംബങ്ങളിലും ദേശത്ത് സഭകളിൽ ദൈവിക പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ കർത്താവെ നീ അവിടുന്ന് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളും പ്രാർത്ഥിക്കുന്നത് ഒന്നും വൃഥാവല്ലല്ലോ. ഇതിന്റെ എല്ലാം കർത്താവ് മറുപടി നൽകി തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തി വിടുതൽ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങളെ നടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഞങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന നല്ല ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. തുടർന്നും പ്രാർത്ഥിപ്പാൻ ദയനമാകുന്ന ഞങ്ങൾക്ക് നീ കൃപ തരണമേ. അനേക വിഷയങ്ങൾ പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, തുടരുമാനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും കർത്താവെ നീ അവിടുന്ന് കരങ്ങളെ നീട്ടി ഹല്ലേലൂയ തക്ക സമയത്ത് എല്ലാവർക്കും എല്ലാ നിലയിലും ഹല്ലേലൂയ ഞങ്ങള് ചിന്തിക്കാത്ത നിലയിൽ ഞങ്ങൾക്കറിയാത്ത വഴികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നുണ്ട്. ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് യോജന കുടുംബത്തെയും കർത്താവെ ഹല്ലേലൂയ കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പിന്നെ അവർക്ക് ആവശ്യമാർന്ന എല്ലാ വഴികളെയും തുറക്കണമേ. അവിടെ ആവശ്യങ്ങൾ എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എന്നാൽ കർത്താവ് വഴി തുറന്നാൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. നിന്റെ ദാസനും കുടുംബത്തിനും വേണ്ടി കർത്താവെ ഒരുക്കുന്ന വഴികൾക്കായി, നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. അത് അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് ലൈനിലുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് ഹല്ലേലൂയ സമൃദ്ധിയിലേക്ക് നടത്തേണ്ടതിനായി അനുഗ്രഹിക്കുന്നു. എല്ലാവരും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയവുണ്ടായി കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസനും കൂടെ കേൾപ്പിച്ച നല്ല സാക്ഷ്യവചനങ്ങൾ മാത്രമല്ല, അനേക ആലോചനകൾ കർത്താവിന്റെ ദാസന്റെ വചനത്തിൽ കൂടെ സംസാരിച്ചല്ലോ. പിന്നെയും ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ധാരാളമായ നന്മ നിറയ്ക്കട്ടെ. കർത്താവിന്റെ ദാസന് പറഞ്ഞൊരു കാര്യം, ദൈവശബ്ദം കേട്ട് തോന്നിടത്തൊക്കെ ഇടങ്ങളിൽ ദൈവത്തിന്റെ ആലോചന നേരിട്ട് കേൾക്കുവാൻ, അതനുസരിച്ച് യാത്ര ചെയ്യുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മുഖാന്തരം ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ കാണുവാൻ കർത്താവിന്റെ ദാസന് കർത്താവ് ഇടയാക്കില്ല. അതുപോലെ ഞാനും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവശബ്ദം കേട്ട് കർത്താവിനെ അനുസരിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.